തൃശൂർ പൂരത്തിന് വർണ്ണാഭമായ തുടക്കം. നേതലക്കാവിലമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തള്ളിത്തുറന്നതോടെ പൂരത്തിന് തുടക്കമായി. 10:30 മണികണ്ഠനാലിലെത്തിയ എഴുന്നള്ളിപ്പിന് പിന്നാലെ കിഴക്കൂട്ടനിയന്മാരുടെ നേതൃത്വത്തിൽ 1 മണിക്കൂർ നീണ്ട പണ്ടിമേളം അരങ്ങേറി. കനത്ത ചൂടിലും ആയിരങ്ങളാണ് പൂരം കാണാനെത്തിയിരിക്കുന്നത്. VS രഞ്ജിത്ത്, ജേസൺ ചാമോളപ്പിൽ എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. ആദ്യം ജേസണിലേക്കാണ് പോകുന്നത്. ജേസൺ, പൂര വിളംബരം അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. അതിനൊപ്പം പൂര പ്രേമികളുടെ ആവേശം അതിന്റെ അത്യുന്നതിയിലെത്തുന്ന നിമിഷം കൂടിയാണ്. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി ഇപ്പോൾ ശിവസുന്ദറാണ്. മുമ്പത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു. അത് തൃശ്ശൂർകാരുടെ മാത്രം സ്വന്തവും അഭിമാനവുമായ ഒരു കാഴ്ചയാണ്. പൂരം കൊടിയേറിയിരിക്കുന്നു. മധു, ഈ പൂരത്തിന്റെ പ്രധാനപ്പെട്ട സംഘാടകരാണെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി. ആദ്യം നമ്മൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരുക്കങ്ങളൊക്കെ? ഇത്തവണത്തെ ഒരുക്കങ്ങൾ ഒരു ശോകമുഖമായ അന്തരീക്ഷത്തിലാണെങ്കിലും ജനം പൂരലഹരിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ നെയ്തലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി വന്ന എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തുറക്കുമ്പോൾ തന്നെ ഈ പൂര നഗരിയുടെ ഈ തെക്കേ ഗോപുര നട ജനനിബിഡമായിരുന്നു എന്ന് നമുക്കറിയാം. ഇപ്പോൾ ജനം സ്ഥലത്തേക്ക് ആളുകൾ എത്തിക്കഴിഞ്ഞു. അതെ, പൂരമൂടിലേക്ക് ജനങ്ങൾ എത്തി. ഈ ചൂടൊരു പ്രശ്നമല്ലേ? ശരി, ചൂട് കാലാവസ്ഥ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. കാരണം ചൂട് അധികരിച്ചതിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ ആളുകൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള കുടിവെള്ളം കൊടുക്കുന്നതിനും അതുപോലെ തന്നെ ആരോഗ്യ പരിപാലനത്തിനുള്ള സജ്ജീകരണങ്ങൾ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഒക്കെ വിപുലമായി ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വെടിക്കെട്ടില്ലെങ്കിൽ അതിഗംഭീരമായിട്ട് ഇത്തവണത്തെ പൂരം നടക്കും. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു രവിവേട്ട. അപ്പോൾ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ നമ്മോടൊപ്പം ശരിയാണ്. സത്യത്തിൽ ഒരു വലിയ സങ്കടകരമായ ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും ഒരു തൃശ്ശൂർ പൂരം ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. നിരവധി തൃശ്ശൂർ പൂരം എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് ആളുകൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ പൂരം നടത്താൻ തീരുമാനിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും ജെയ്സൺ പറഞ്ഞു തന്നെയാണ്. ഒരു വർഷക്കാലത്തെ നമ്മുടെ പ്രയത്നമാണ്. ഭഗവതിയും ഭഗവാനും എന്തോ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായി. ആ സംഭവത്തിൽ നിന്ന് എന്താ പറയുക, തൃശ്ശൂരും കേരളവും അതിനിപ്പോൾ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞു പൂരം ആൾക്കാർ ലഹരിയിലേക്ക് വന്നു എന്ന്. എന്നാലും അതിൻ്റെ ആ പൂർണ്ണതയിലേക്കൊന്നും എത്തുന്നു തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരുക്കങ്ങളും എല്ലാം പൂർത്തീകരിച്ച് കൊടിയേറിയതിന് ശേഷമാണ് ഇങ്ങനൊരു ദാരുണ സംഭവം ഉണ്ടായത്. എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ടുള്ള സമയമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും നമ്മുടെ കുടുംബത്തിലെ ഇങ്ങനെ ഒരു ട്രാജഡി വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പിന്നോട്ട് പോകും. ആ ഒരു സ്ഥിതിയാണ് ഇന്ന് തൃശ്ശൂർ പൂരപ്പറമ്പിലും തൃശ്ശൂരിലത്തെ ജനങ്ങളുടെ ഇടയിലും കാണുന്നത്. എന്നാലും പൂര ആവേശത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ധാരാളം ആൾക്കാർ ഇത് ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം വിജയിക്കട്ടെ. പൂരം അതിൻ്റെ ആ ഏതർത്ഥത്തിലും വിജയിച്ച് ആ ഭഗവതിയുടെയും ഭഗവാന്റെയും ആ ഒരു പ്രൗഢി, അതേപോലെ തന്നെ പൂരത്തിൻ്റെ പ്രൗഢി നിലനിർത്തുന്നതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് വരണം. വടക്കുംനാഥ പറമ്പിലേക്ക് എല്ലാവരും വരണം. ആരും മാറി നിൽക്കരുത്. അബദ്ധങ്ങളും അതേപോലെ തന്നെ അപകടങ്ങളും എല്ലാം സംഭവിച്ചു എന്നിരുന്നാലും അതിനൊരു വ്യത്യാസമുണ്ടാവട്ടെ. എല്ലാവരും പൂരപ്പറമ്പിലേക്ക് വടക്കുംനാഥ മൈതാനിയിലേക്ക് പൂരം ആഘോഷിക്കാൻ വരണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. എല്ലാവിധ ആശംസകൾ നേരുന്നില്ല. പക്ഷേ ഒരു സമാധാനപൂർണ്ണമായ പൂരം ഇത്തവണത്തെയും അടുത്തവണ ഗംഭീരമായ ഒരു പൂരം. തീർച്ചയായിട്ടും. താങ്ക് യു. അങ്ങനെ ഒരു പൂരത്തിൻ്റെ ഇപ്പം നമുക്ക് പൂരം റിപ്പോർട്ട് ചെയ്യാൻ നമ്മളെയൊക്കെ നയിക്കാൻ വന്നിരിക്കുന്ന രഞ്ജിത്ത് ഇവിടെ കറങ്ങി നിൽക്കുന്നുണ്ട്. രഞ്ജിത്തെ, സത്യത്തിൽ കഴിഞ്ഞ തവണ ഭയങ്കരമായ ആഘോഷമായിരുന്നു. നമുക്ക് വളരെ ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട, നമ്മളങ്ങോട്ട് തിമിർക്കായിരുന്നു. പക്ഷെ ഇത്തവണ ഒരു മൂകത, അല്ല ഒരു സൈലൻസ്. നമ്മൾ ആ തെക്കേ ഗോപുര നട തുറന്ന് നെയ്തലക്കാവിൽ ഭഗവതി ഇറങ്ങുമ്പോൾ ഇവിടെ കഴിഞ്ഞ തവണ കണ്ടൊരു ആൾപൂരമുണ്ട്. അത് ഇത്തവണ ഉണ്ടായില്ല എന്നുള്ളത് ഈ ആവേശത്തിന്റെ കുറവ് എല്ലാവരിലേക്കും ബാധിച്ചിട്ടുണ്ടെന്നൊരു തെളിവാണ്. മാത്രമല്ല അതൊരു വിഷമമാണ്. കാരണം നമ്മളൊക്കെ പൊട്ടുന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരമുണ്ട്. അതിൻ്റെ ഷോക്കിൽ നമ്മൾ മൊയ്തായിട്ടില്ല. പക്ഷേ ഇതിനകത്ത് വേറൊരു യാഥാർത്ഥ്യം കൂടി ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി പറയുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. ഒരു സംഭവം, ഒരു അന്വേഷണ സംഭവം ഉണ്ടായി. അതൊരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്, അത് നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ
അതോടൊപ്പം തന്നെ ഒരു വർഷത്തെ പണി, ഒരു അധ്വാനം, ഒരു വർഷത്തെ കാത്തിരിപ്പ്, ഒരുപാട് കുടുംബങ്ങളുടെ അന്നം, ഇതെല്ലാം ഇതിൽ ഉൾപ്പെട്ടുകൊണ്ട് അതുകൊണ്ടാണ് ഈ പൂരം നടക്കുന്നതിനൊക്കെ എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് അല്ലേ? തീർച്ചയായിട്ടും. മാത്രമല്ല ഇന്നിപ്പോൾ പൂരത്തിന് വലിയ ആവേശമില്ല എന്ന് പറയുമ്പോഴും ഈ മേളപ്രേമികളെ സംബന്ധിച്ച് നിരാശപ്പെടേണ്ട സാഹചര്യമില്ല. മേളപ്രേമികൾക്ക് രണ്ട് പ്രധാനപ്പെട്ട ഐറ്റംസ് എന്ന് പറയുന്നത് മടത്തിൽ വരവും ഇളഞ്ഞിത്തറ മേളവുമാണ്. അത് രണ്ടും അതിന്റെ എല്ലാ പ്രൗഢിയോടുകൂടി തന്നെ നടക്കുന്നുള്ളതല്ലേ? തീർച്ചയായും. ഒരു മേളം, അത് നേരത്തെ പറയാണ് കറക്റ്റ്. സത്യത്തിൽ ഇതിലൊന്നും കുറയുന്നില്ല, ഒരു വെടിക്കെട്ടില്ല എന്നുള്ളത് മാത്രമാണ്. സമയം കുറയുന്നു. പിന്നെ ഈ കുടമാറ്റത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ കുടമാറ്റത്തിന് ഒരുപാട് കുടകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. മിനിമം 60 സെറ്റ് കുടകൾ, എത്രയോ നാളത്തെ ഒരു ഇതാണെന്ന് അറിയാം. പക്ഷെ അതൊന്നും ഇപ്പം ഇത്തവണ എടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു ദുഃഖം ഉണ്ട്. പക്ഷേ നമ്മളൊരു ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ആ ഷോക്കിൽ നിന്ന് മോചിതമായിട്ടില്ല, നമ്മൾ ഈ യാഥാർത്ഥ്യം. എങ്കിൽ പോലും ഇതിനൊക്കെ അതിജീവിക്കാനുള്ളൊരു മനസ്സ്, ഒരു അതിജീവനം എന്ന് പറയുന്ന സാധനമാണ് അടിസ്ഥാനപരമായിട്ട്. നമ്മൾ മാനസികമായിട്ട് ഒരു വിഷയത്തിൽ നിന്ന് അതിൽ തന്നെ കിടക്കാതെ അതിനെ അതിജീവിച്ച് ഒരു പുതിയൊരു ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ പുതിയൊരു സമൂഹത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു കാലക്രമത്തിലേക്ക് വരിക എന്നല്ലേ യാഥാർത്ഥ്യം. നാളെ ഇപ്പൊ ചടങ്ങുകളൊക്കെ എങ്ങനെയായിരിക്കും? നാളെ എല്ലാ ഘടകപുരങ്ങളുടെ വരവൊക്കെ ഒരുപോലെ പരപോലെ നടക്കില്ലേ? അതെ. രാവിലെ തന്നെ കണിമംഗല ശാസ്താവ് നേരത്തെ തന്നെ ഇറങ്ങും. പിന്നെ ഇതിനകത്തുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചെമ്പുക്കാവിന്റെ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഉണ്ട്. പിന്നെ അങ്ങനെ 8 ഘടകപുരങ്ങൾ പുലർച്ചെ ഒരു 7:30 തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ എത്തുന്നത് 1 മണി വരെ ഉണ്ടാവും. അതിനിടയിൽ ഒരു 11:30 മടത്തിൽ വരവ് നടക്കും, 2:30 ഇളഞ്ഞിത്തറ മേളം നടക്കും. അതിനുശേഷമാണ് വിപുലമായി നടക്കേണ്ട കുടമാറ്റം. 15 മിനിറ്റായിട്ട് ചുരുക്കിയിട്ടുണ്ട്. കുടമാറ്റം കുറഞ്ഞുകൊണ്ട് 6 മണിയോടുകൂടി എല്ലാ പരിപാടിയും അവസാനിക്കും. വെടിക്കെട്ടില്ലാത്തതുകൊണ്ട് ശരിക്കും പൂരം നാളെ 6 മണിക്ക് പൂരം അവസാനിക്കും. അതെ. പിന്നെ രാത്രി പൂരമുണ്ട്, ഈ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഈ പകൽപൂരം ആവർത്തിക്കുക എന്നുള്ളൊരു പരിപാടി. ഈ പകൽപൂരം ആവർത്തിക്കുമ്പോൾ നമ്മൾ ഈ പകൽ കണ്ടപ്പോലുള്ള ഒരു ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ആവർത്തനമുണ്ട്. അതിനുശേഷമാണ് സാധാരണ വെടിക്കെട്ട് നടക്കാറ്. പക്ഷേ ഈ പൂര നഗരം നോക്കുക, എല്ലാ സജ്ജീകരണങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ പൂർണ്ണമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ നിയന്ത്രണമുണ്ട്. ആൾക്കൂട്ടം പഴയതുപോലെ ഒന്നും ഇല്ലെങ്കിലും ഇത് എവിടെ നേട്ടം വരും? ഇതേ സാർ, ഇയാള് UP നിന്നും ഇയാള് ഹിമാചൽ പ്രദേശിൽ നിന്നാണ്. UP പൂരം കാണാൻ ഞാൻ തൃശ്ശൂരിലുള്ള ആളാ. ഇവര് പൂരം കാണാൻ വേണ്ടി വന്നതാ. We have come from Delhi and enjoying the moment. I think this is the amazing thing, and Thrissur is one of the best place. Even we have seen this many of the places, but we loved it. Please enjoy. Okay, ഇവര് വന്നപ്പോൾ കുറച്ച് പ്രൗഢി കുറഞ്ഞു പോയില്ലേ? അല്ല, ഇതില് രസം എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് കേരളം കാണുന്നത്. പൂരം മാത്രമല്ല, കേരളം അവർക്ക് പുതിയതാ. കേരളത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും കേരളം ആദ്യമായിട്ട് കാണുന്നവരാ. അപ്പൊ അവർ ഇന്നലെ തൃശ്ശൂര് കണ്ടു, പുത്തമ്പള്ളി കണ്ടു, ഇന്ന് വടക്കുന്നാഥം കണ്ടു, നാളെ ഗുരുവായൂർ പോകണം ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ പൂരം പണ്ട് കാണാത്തതുകൊണ്ട് പ്രൗഢി കുറഞ്ഞു എന്നുള്ള അവരറിയില്ല. मतलब त्रिशूर ये देखने आए थे, त्रिशूर पूरम, and we've been hearing about this that this is one of the biggest festivals here. Planning for 2-3 years, but this year we managed to come and would like to see the majestic view tomorrow. Whatever we've been seeing on television, we'll get to see that in person, so that's one good thing. Thank you.